ഒക്കെ ഞാൻ അറിഞ്ഞു. കൺഗ്രാചുലേഷൻസ്. താങ്ക് യു സർ. പുലി വരുന്നേ എന്ന് പറഞ്ഞ് ഒടുവിൽ പുലി ഒരു ഭാഗ്യമായി വന്നപ്പോ കരയാ വേണ്ടത്. ഇനി മറ്റൊരു സന്തോഷ വാർത്ത കൂടി. നാളെ നല്ലൊരു മുഹൂർത്തം നോക്കി മുരളിയുടെ പൗൾട്രി ഫോമിന് നമുക്ക് തറക്കല്ലിറങ്ങാം. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി ഇതാ 25,000 രൂപയുണ്ട്. മടിക്കണ്ട, കടമായിട്ട് കരുതിയാൽ മതി. മകൻ ഒരു താന്തോന്നിയായിരുന്നെങ്കിലും മകന്റെ ഏത് കാര്യങ്ങളിലും നന്മയുണ്ടാവാൻ ആ അമ്മ എന്നും പ്രാർത്ഥിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ കാര്യത്തിലും ആ അമ്മയുടെ ആത്മാവ് തന്നെ അനുമോദിക്കും. ഇത് വാങ്ങൂ. എന്റെ വാക്ക് പാലിക്കുന്നു. അവള് സമ്മതിച്ചു. ദേ ബാക്കി 25,000 രൂപ. ഇതെങ്ങനെ സാധിച്ചു? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. സാധിപ്പിച്ചു, പക്ഷേ അല്പം ക്രൂരമായി പോയി. അമ്മയുടെ മരണശേഷം ആ ഷോക്കിൽ മുരളി ഒരു മെന്റൽ പേഷ്യന്റ് ആയെന്നും ഇപ്പോൾ മെന്റൽ ട്രീറ്റ്മെന്റിലാണെന്നും ഒരു കള്ളം പറയേണ്ടി വന്നു. എന്നുവെച്ചാൽ ഒരു മാനസിക രോഗിയാണെന്ന്. അത് മാത്രമല്ല, അവളെ ബലമായി വിശ്വസിപ്പിക്കാൻ മറ്റൊന്നു കൂടി ചെയ്തു. ഒരു വിദഗ്ധനായ ഡോക്ടറെ കൊണ്ട് അണ്ടർ ട്രീറ്റ്മെന്റ് ഫോർ മെന്റൽ ഇൽനസ് എന്നൊരു വ്യാജ സർട്ടിഫിക്കറ്റ് കൂടി സമ്പാദിച്ചു. അതെ, എത്ര ഇഷ്ടത്തിലായാലും കെട്ടാൻ പോകുന്നവൻ ഒരു മാനസിക രോഗിയാണെന്നറിഞ്ഞാൽ ഏത് പെണ്ണിന്റെയും മനസ്സൊന്ന് പതറും. അതാണ് ലേഡീസ് സൈക്കോളജി, സ്ത്രീകളുടെ മനഃശാസ്ത്രം. സമ്മതിച്ചു വക്കീലെ. പിന്നൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്. അത് ഞങ്ങൾ സംഘടിപ്പിക്കാം. റിക്വസ്റ്റ്, അപേക്ഷ. അല്ല പിന്നെ ഈ വിവരം നിങ്ങളല്ലാതെ മറ്റൊരാൾ അറിയരുത്. അല്പം കടന്ന കൈയായി പോയി. വക്കീലേ, അത് ഞങ്ങൾ ഏറ്റു. ഞങ്ങൾ ആരോടും പറയില്ല. പിന്നെ അവൾക്ക് മുരളിയോടുള്ള താല്പര്യം ഇപ്പോ മുരളിക്ക് സന്ധ്യയോടില്ല. അതുകൊണ്ട് തന്നെ ഇനി മുരളിയുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയില്ല. മാത്രമല്ല, കല്യാണ പന്തലിൽ അതിഥികളെ സ്വീകരിക്കാൻ മുരളിയും സംഘവും മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും. അല്ല, അത് പേടിക്കണ്ട, അവരവിടെ ഉണ്ടാവണം. അതൊക്കെ വക്കീലിന്റെ മിടുക്ക്. പിന്നെ ഈ സന്തോഷ തുക കൊടുക്കുമ്പോ ഇല്ലേ, ഒരുപാട് കൂട്ടി കൊടുക്കണമെന്നാ കാരണവന്മാര് പറയാറുള്ളത്. ഞാനും അത് കേട്ടിട്ടുണ്ട്. ഇതങ്ങോട്ട് പിടിച്ചേ, അങ്ങോട്ട് വെച്ചോളൂ. അപ്പൊ ഈ ഒന്നും ഉൾപ്പെടെ മൊത്തം 50,001 അഡ്വാൻസും കൂടെ കൂട്ടി കൂട്ടി. എന്താ കാക്കാലഞ്ചത്തെ കുരങ്ങന്മാരെ പോലെ മൂന്നും എന്താടാ? സന്ധ്യയും മനോകൃഷ്ണയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചു. ഈ മാസം 17-ാം തീയതി അവളുടെ പൂർണ്ണ സമ്മതത്തോടെ തന്നെ. കാര്യം വന്നപ്പോ അവളും കാലം അറിയും. ഈ പെണ്ണെന്ന് പറയുന്ന വർഗത്തെ വിശ്വസിക്കാനേ കൊള്ളൂല. പണ്ടാരോ പറഞ്ഞതുപോലെ ദൈവവും പെണ്ണും ഒരുപോലെയാ. അവരൊന്നിലുമില്ല, അവരില്ലാതെ ഒന്നുമില്ല. എത്രയില്ലാ തന്തയുടെ മോളല്ലേ, ആ സ്വഭാവം കാണിക്കണ്ടിരിക്കും. സാരമില്ലടോ, പെറ്റ അമ്മയോട് പോലും ആത്മാർത്ഥ ഇല്ലാത്ത കാലമാ. പിന്നെയല്ലേ പ്രേമിച്ചവനോട്? ഒക്കെ കാപട്യങ്ങളാ. മാടപ്രാവനെ പിടിച്ച് കൈ കൊടുത്താ ചോദിക്കും, അയ്യോ ഇതെന്തൊരു പക്ഷി, ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ ഇങ്ങനെ ഒരു ജീവിയെന്ന്. ഇനിയിപ്പോ ഹൃദയം പറിച്ചു കൊടുത്താലോ, ഇതെന്താണ് ഹലുവ പോലെ ഉണ്ടല്ലോ എന്ന് പറയും. അതാ കാലം. നീ വിളിച്ചാൽ അവൾ വരുമെങ്കിൽ എന്ത് സാഹസത്തിന് ഞങ്ങൾ തയ്യാറാ. ഇല്ല, സന്ധ്യ വരില്ല. അവളുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് വിവാഹം നിശ്ചയിക്കപ്പെട്ടത്. നിശ്ചയത്തിൽ ഞാനും ഒരു പങ്കാളിയായിരുന്നു. വരുന്ന 17-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 12-നും 1 മണിക്കും മധ്യയാണ് മുഹൂർത്തം. മുരളി, കരിങ്കൽ കോട്ടകൾ തകർത്ത് ഇരുമ്പ് ചങ്ങല ഭേദിച്ചു കൊണ്ടുവരേണ്ടതല്ലോ പെണ്ണിന്റെ മനസ്സ്, ആണോ? കൊച്ചുനാളിൽ പഠിച്ച ആമയും മുയലിന്റെയും കഥ ഓർമ്മയില്ലേ? പന്തയം വെച്ചപ്പോ അമിതമായ ആത്മവിശ്വാസം കൊണ്ട് മുയൽ കിടന്നുറങ്ങിപ്പോയി. ആമ സ്വയം പ്രയത്നിച്ച് മുന്നേറി. ഇവിടെയും അതാണ് സംഭവിച്ചത്. പക്ഷേ ഫിനിഷിംഗ് പോയിന്റിൽ നമ്മൾ രണ്ടുപേരും അറിയാതെ കുറുക്ക് വഴിയിലൂടെ എത്തിയ ഒരു പുള്ളിപ്പുലി. വിധികർത്താക്കൾ അംഗീകരിക്കുന്നവനാണല്ലോ വിജയി. അവൻ തന്നെ ജയിച്ചോട്ടെ, അല്ലേ? ഒരു പെണ്ണിനെ നേടുന്നതോ നഷ്ടപ്പെടുന്നതോ ഒന്നുമല്ല ജീവിതം. നമ്മളൊക്കെ കുറച്ചുകൂടി പ്രാക്ടിക്കലാകണം. ഇതാ ബാക്കി 25,000 രൂപയുണ്ട്, വാങ്ങിക്കേ. 17-ാം തീയതി സന്ധ്യയുടെ വിവാഹം. അതേ ദിവസം തന്നെ മറ്റൊരു മുഹൂർത്തത്തിൽ മുരളിയുടെ പൗൾട്രി ഫോമിന്റെ ഉദ്ഘാടനം. ഉദ്ഘാടകൻ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്.
ഒക്കെ ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. പകയും പരാതിയും ഒന്നുമില്ലാതെ കല്യാണത്തിന് മുരളിയും സുഹൃത്തുക്കളും ഉണ്ടായിരിക്കണം. അതാണ് നിങ്ങളുടെ വിജയം. കണ്ടോ ആ വയൽവരമ്പ്? സ്വയം മറന്ന് ആ വരമ്പിലൂടെ കൈയും വീശി നടന്നാൽ മറക്കാൻ പറ്റുന്നതേ ഉള്ളടോ ഈ ഗ്രാമത്തിൽ എനിക്കും നിനക്കും നഷ്ടപ്പെട്ടതൊക്കെ. കമോൺ. നമസ്കാരം. ഓ, ഔ. വിളിക്കാൻ സമയമായില്ലേ? വിളിക്കൂ. വിളിക്കട്ടെ. കൊണ്ടുവന്നോളൂ, കൊണ്ടുവന്നോളൂ. മാറി കൊടുക്ക. മുത്തപ്പനെ മനസ്സിൽ ധ്യാനിച്ചോളൂ. അങ്ങോട്ട് ഇരിക്ക. അവിടെ അവിടെ. ആ മാല വാങ്ങിച്ചു. ഭഗവാനേ. എന്താ ഇത് സന്ധി? അയ്യോ വക്കീലെ ചതിച്ചോ? ക്ഷമിക്കണം. നിഷ്കളങ്കമായ എന്റെ ഗ്രാമത്തിൽ നിന്നും ആദ്യമായി പ്രമാദമായ ഒരു കേസ് എനിക്ക് കിട്ടിയപ്പോ ന്യായം നോക്കി വാദിക്കേണ്ടി വന്നു. എന്റെ മനസാക്ഷിയാകുന്ന കോടതി വിധിച്ച നീതി ഇവർക്ക് അനുകൂലമായിരുന്നു. ഒരാഴ്ച മുമ്പ് തന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ആ പറഞ്ഞത് സത്യമാണ്. ഒരാഴ്ചക്ക് മുമ്പ് ഇവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ആ നിൽക്കുന്നവരൊക്കെയാണ് സാക്ഷികൾ. മകളുടെ കല്യാണം വീട്ടുമുറ്റത്ത് പന്തലൊരുക്കി തന്നെ വേണമെന്നത് അമ്മയുടെ ആഗ്രഹമായിരുന്നു. എന്തോ തോന്നാത്തോടെ കാണിച്ചേ. പണവും വാങ്ങി വക്കീല് നമ്മളെ ചതിച്ചല്ലോ പ്രസിഡന്റ്. ആരും ആരെയും ചതിച്ചിട്ടില്ല. ഞങ്ങളെ ഇന്ന് പോലും ഒളിപ്പിച്ചു അല്ലേ? ഒളിപ്പിക്കേണ്ടി വന്നു. കേൾക്കാത്തതിനേക്കാൾ വലുതാണല്ലോ കാണുന്ന സത്യങ്ങൾ. ആ കൈ ഇങ്ങോട്ട് തന്നെ. അത് തന്നെ ഇങ്ങോട്ടെന്താ? കണ്ണിൽ പോയത് ഊതിയെടുക്കാം, പക്ഷേ കരളിൽ കൊണ്ടത് ഊതിയെടുക്കാൻ പറ്റില്ല എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കൊടുക്കൈ. കൊള്ളാം. വേഷം കെട്ടി വന്നവരൊക്കെ ഊച്ചാളികളായി. പക്ഷേ ആശിച്ചതും കൊണ്ടേ ഞാൻ പോകും. ഒരു മയ്യത്ത് വന്നിട്ട് വക്കീലായിരുന്നോ? അറിയില്ല.
ഈ പഞ്ചായത്തിൽ ഇത്തരം സംഭവങ്ങൾ അനുവദിച്ചുകൂടാ. കാണുന്നില്ലല്ലോ. ഇവിടെ വാടാ. ഇവിടെ വാ. ഇങ്ങോട്ട് വാ. ഗോപാലിനെ കണ്ട അപ്പൊ തല്ലിക്കും കേട്ടോ. കണ്ടോ? അതിലേ വാ. അയ്യോ 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 അളിയാ ഓടി വായോ കുഞ്ഞുളിയാ ഓടി വായോ കുഞ്ഞുളിയാ അയ്യോ ഗോപാലിനതാ മുതലാളി അയ്യോ ഗോപാലിനല്ലേ മരണ സമാധാനം ഇനി സമാധാനം വേണ്ട. ഞാനാടാ ആടുത്തോമടനിയൻ കോഴിപ്രകാശൻ. ഇത് സ്ഫടികം സെക്കൻഡ് സ്റ്റൈൽ. വേണ്ട ഞാൻ നിങ്ങളെ ഭാഗത്താക്കി ഇത് അവന്റെ ആൾക്കാരെ സമയമായല്ലോ. ഒരു ഭാഗത്തേക്ക് വെച്ച് നമ്മൾ ആൾക്കാരെ അയ്യോ നാട്ടുകാരെ ഓടിവായോ പെണ്ണിനെ കൊണ്ട് പോകുന്നേ. പോകല്ലേ എന്താടാ മുതലാളി, എന്താ മോനെ? ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹം. നീ പറ മോനെ. എന്നോടൊന്നും തോന്നരുത്. നേരെ പൗൾട്രി ഫാമിലോട്ട് ഓക്കെ 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 ആ ശരി. പ്രസിഡന്റ് കേറ്. ഇങ്ങോട്ട് പ്രസിഡന്റ് സാരിയൊക്കെ എടുത്ത് അകത്തിടും. പ്രസിഡന്റ്, ബസ് കാശില്ല. ഞാൻ ജീപ്പിന്റെ മോളിൽ കയറിക്കോളാം. എന്നെ ഉപേക്ഷിച്ച് പോകല്ലേ. ആ